കേരള ജനതയുടെ ഏറ്റവും പ്രിയപ്പെട്ട താരത്തെ കണ്ടെത്താനായുള്ള ഈ യാത്രയിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട താരം ശ്രീ മമ്മൂട്ടിയെക്കുറിച്ചാണ്. കഴിഞ്ഞ ഒരു ദശാബ്ദത്തിലും മമ്മൂട്ടി എന്ന നടൻ അഭിനയത്തിന്റെ വ്യത്യസ്തതയിലൂടെ പ്രേക്ഷക മനസ്സിൽ ശ്രദ്ധ നേടി. പുതുമയുള്ള കഥാപാത്രങ്ങൾ കണ്ടെത്താനും പുതുമുഖ സംവിധായകർക്ക് അവസരം നൽകാനും ഇക്കാലയളവിൽ ഇദ്ദേഹം ശ്രദ്ധ വയ്ക്കുന്നു. ബ്ലെസിയുടെ ആദ്യ ചിത്രമായ കാഴ്ച, അൻവർ റഷീദിന്റെ കന്നിച്ചിത്രം രാജമാണിക്യം, അമൽ നീരദിന്റെ ബിഗ് ബി, മാർട്ടിൻ പ്രക്കാട്ടിന്റെ ആദ്യ ചിത്രം ബെസ്റ്റ് ആക്ടർ തുടങ്ങിയ ചിത്രങ്ങളുടെ മികച്ച വിജയം ഇതിനുദാഹരണമാണ്. ഇതിൽ രാജമാണിക്യം കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ച ചിത്രമായിരുന്നു. കൂടാതെ കമലിന്റെ രാപ്പകൽ, കറുത്ത പക്ഷികൾ, രഞ്ജിത്തിന്റെ കയ്യൊപ്പ്, പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ, പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിന്റ് തുടങ്ങിയവയും ജയരാജിന്റെ ലൗഡ് സ്പീക്കർ എന്ന ചിത്രവും ഏറെ ശ്രദ്ധ നേടി. ഷാജി എൻ കരുണിന്റെ കുട്ടിസ്രാങ്ക് ഒരു നടനെന്ന നിലയിൽ ഇദ്ദേഹത്തിന്റെ കരിയറിൽ നിർണായകമായിരുന്നു. കൂടാതെ MD ഹരിഹരൻ ടീമിന്റെ പഴശ്ശിരാജയും മമ്മൂട്ടിയുടെ സമീപകാലത്തെ ഹിറ്റായിരുന്നു. ഒരു നടനെന്ന നിലയ്ക്ക് ഇദ്ദേഹം കാഴ്ചവെക്കുന്ന വ്യത്യസ്തത തെളിയിക്കാൻ കഴിഞ്ഞ 5 വർഷത്തെ കഥാപാത്രങ്ങൾ മാത്രം മതി. നല്ല സിനിമയോടും കഥാപാത്രങ്ങളോടുമുള്ള അടങ്ങാത്ത ആവേശമാണ് കഴിഞ്ഞ 3 പതിറ്റാണ്ടുകാലമായി മലയാള സിനിമയുടെ നിർണായക ശക്തിയായി മമ്മൂട്ടിയെ മാറ്റുന്നത്. മമ്മൂട്ടി സാറിനെ കുറിച്ചുള്ള ഒരു പക്ഷേ ലാസ്റ്റ് എപ്പിസോഡ് ആവാം ഇത്. ഈ എപ്പിസോഡിന്റെ എൻഡിലും ഇനി വിശേഷങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു എപ്പിസോഡും കൂടി ആവാം. പക്ഷേ ഹോപ്പ്ഫുള്ളി ദിസ് മൈറ്റ് ബി ദി ലാസ്റ്റ് എപ്പിസോഡ് ഓഫ് മമ്മൂട്ടി സാർ. അപ്പൊ മമ്മൂട്ടി സാറിന്റെ വിശേഷങ്ങളിലെ 2000-ൽ അഭിനയിച്ച ചിത്രങ്ങളും അദ്ദേഹത്തിന്റെ 2000-ൽ അഭിനയിച്ച ശക്തമായ കഥാപാത്രങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. നമ്മോടൊപ്പം ഇന്നുള്ളത് സിബി സാറും ഭാഗ്യചേച്ചിയും പിന്നെ ഓഫ് കോഴ്സ് അവർ വെരി പ്രോമിനന്റ് ഡയറക്ടർ ശ്രീ കമൽ അദ്ദേഹവുമുണ്ട്. 3 പേർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിലേക്ക്. 2000-ൽ അഭിനയിച്ച ക്യാരക്ടേഴ്സ് എന്നാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ശ്രീ മമ്മൂട്ടിയെ കുറിച്ച്. ഏറ്റവും എടുത്തു പറയാൻ ആദ്യം നമുക്ക് മനസ്സിലേക്ക് വരുന്നത്, എനിക്കിപ്പോ ആദ്യം മനസ്സിലേക്ക് വരുന്നത് രാജമാണിക്യം. പിന്നെ കാരണം അത്രയേറെ ഡിഫറൻസ് ഇൻ മോഡുലേഷൻ, ഡയലോഗ്, ലുക്സ് എല്ലാം ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറാണ് രാജമാണിക്യം. കമൽ സർ, ആ ഒരു ഫിലിമിനെ വെച്ച് നമുക്ക് ആരംഭിക്കാം. 2000s എടുത്ത് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും നല്ല വർഷങ്ങളായിരുന്നോ 2000s? രാജമാണിക്യം അതുപോലുള്ള 1-2 നല്ല സിനിമകൾ ഉണ്ടായിരുന്നു. 1-2 അല്ല, ഒരുപാട് നല്ല സിനിമകൾ ഉണ്ടായിരുന്നു. എങ്കിലും ക്യാൻ ദിസ് ഡെക്കേഡ് ബി ഹിസ് ബെസ്റ്റ്? ആസ് എൻ ആക്ടർ എനിക്കത് പറയാൻ പറ്റില്ല. പക്ഷെ ആസ് എ സ്റ്റാർ ഒരു പക്ഷേ ആ ഡെക്കേഡായിരിക്കും മമ്മൂട്ടിയുടെ സ്റ്റാർഡം ഏറ്റവും കൂടുതൽ പീക്കിലെത്തിയെന്ന് എനിക്ക് തോന്നുന്നു. അത് മോശം നമുക്ക് പറയാൻ പറ്റില്ല ഒരിക്കലും. പ്രത്യേകിച്ചും അതൊരു 2 ഡിക്കേഡ് കഴിഞ്ഞിട്ട് അദ്ദേഹം എന്താ പറയുക 2000-ലേക്ക് എത്തുമ്പോൾ സൂപ്പർ സ്റ്റാറാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവരും ആരാധിക്കുന്ന ഒരു സ്റ്റാറാണ്. അതിനുപരിയായിട്ട് ഒരു ജനറേഷൻ, അതാണ് നമ്മൾ മനസ്സിലായത്. ഇപ്പോൾ പുതിയ കുട്ടികൾ, ഇപ്പോൾ മമ്മൂട്ടി അഭിനയിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ ജനിക്കാത്ത കുട്ടികൾ അദ്ദേഹത്തിന്റെ ഫാൻസായിട്ട് വരുന്ന ഒരു ഡിക്കേഡിൽ അദ്ദേഹം വലിയൊരു താരമായിട്ട് ആൾക്കാരുടെ എല്ലാവരുടെയും മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് ലോക സിനിമയിൽ തന്നെ വളരെ അപൂർവമായിട്ടുണ്ടാകുന്ന കാര്യങ്ങളായിരുന്നു. കാരണം അദ്ദേഹം അഭിനയിച്ചു തുടങ്ങുന്ന കാലത്ത് ജനിക്കാത്ത കുട്ടികളാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫാൻസ് എന്ന് പറയുന്നത്. അതിന്റെ ഏറ്റവും പീക്കിൽ വെക്കുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിലാണ് നമുക്ക് രാജമാണിക്യത്തെ കാണേണ്ടത്. ഒരുപക്ഷെ അത് ഒരു ട്രെൻഡായി മാറുകയും അത് ഏറ്റെടുക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് രാജമാണിക്യം എന്ന് പറയുന്ന സിനിമ മാറി എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പറയേണ്ട കാര്യം വെച്ചാൽ തിരുവനന്തപുരം ഭാഷ എന്ന് പറയുന്നത് അതുവരെ വളരെ എല്ലാവരും ഒരു പുച്ഛത്തോടൊക്കെ നോക്കി കണ്ടിരുന്ന ഒരു ഭാഷയായിരുന്നു. പക്ഷെ അത് പിന്നെ ട്രെൻഡായി മാറി. നമുക്കത് പറഞ്ഞപ്പോൾ അത് ട്രെൻഡായി മാറി. അതിന് കാരണം വെച്ചാൽ അതിനു മുമ്പ് ചില കോമഡി ക്യാരക്ടേഴ്സ് മാത്രമാണ് ട്രിവാൻഡ്രം ഭാഷ സംസാരിച്ചത്. ഇതൊരു നായകൻ തന്നെ ആ ഭാഷയിൽ സംസാരിക്കുമ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ മറ്റേ അച്ചൂട്ടിയെ കുറിച്ച് പറഞ്ഞില്ലേ, അമരത്തിൽ ആ കഥാപാത്രത്തിൽ അങ്ങനെ അഭിനയിച്ച ആ കഥാപാത്രം ആ രീതിയിൽ സംസാരിക്കുന്നു എന്ന് പറയുന്നതിന്റെ ഒരു എക്സ്ട്രീം ഒരു അവസ്ഥയിലേക്ക് എത്തിയതാണ് ഈ രാജമാണിക്യത്തിൽ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ആ ബെല്ലാരി രാജ എന്ന് പറയുന്ന ക്യാരക്ടർ അത് അങ്ങനെ അവതരിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് അതൊരു പൗരുഷത്തിന്റെ വേറൊരു തലവും കൂടി ആ സിനിമയിൽ വന്നു. വെറും ഡയലോഗ് പറയലും മാത്രമല്ല, ഈ പുരുഷ കേന്ദ്രീകൃതമായിട്ട് നമ്മുടെ സിനിമ മാറുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഈ 2000 ഏറ്റവും കൂടുതൽ. അപ്പോൾ ഹീറോയിസം ഏറ്റവും കൂടുതൽ പ്രകടിപ്പിക്കുന്ന, ഹീറോ വർഷിപ്പൊക്കെ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ കഥാപാത്രത്തെ അദ്ദേഹം വളരെ അനായാസമായിട്ട് അവതരിപ്പിച്ചു. ഒരു പക്ഷേ എനിക്ക് മമ്മൂട്ടിയെക്കുറിച്ച് പറയുമ്പോൾ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ കോമഡി അഭിനയിക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു ചിലപ്പോൾ 90s 80s ഒക്കെ. 2000-ൽ വന്നപ്പോൾ അദ്ദേഹം ഏറ്റവും കൂടുതൽ കയ്യടി വാങ്ങിയത് ആ രീതിയിലെ കഥാപാത്രങ്ങളിലൂടെയാണെന്നുള്ളതാണ് ഒരു പ്രത്യേകത.
അപ്പോൾ മറ്റു രീതിയിൽ അദ്ദേഹത്തിന് പറ്റിയിട്ടൊരു ആരോപണം കേട്ടിരുന്നു. ഈ വേഴ്സറ്റൈൽ ആക്ടർ എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ അല്ല മമ്മൂട്ടി എന്ന് പറയുന്ന രീതിയിലൊരു ആരോപണം പലരും പറയുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് മാധ്യമങ്ങളിൽ കൂടിയൊക്കെ. പ്രത്യേകിച്ചും കോമഡി ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ആരോപണം. ഞാൻ പറയുന്നത് മലയാള സിനിമയിലെ ഏറ്റവും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ആക്ടർ മമ്മൂട്ടി എന്നാണ്. അത് മറ്റു രീതിയിൽ ആർക്കും പരിഭവം തോന്നേണ്ട കാര്യമല്ല. മറ്റെന്തറിയോ, അത് ഒരു കോമഡി അവതരിപ്പിക്കുമ്പോൾ ഫ്ലെക്സിബിൾ ആകുക എന്ന് പറയുന്ന ഒരു തെറ്റിദ്ധാരണ, അതാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന ഒരു തെറ്റിദ്ധാരണ നമ്മുടെ പ്രേക്ഷകർക്കുണ്ട്, സിനിമയിൽ പ്രവർത്തിക്കുന്നവർക്കുണ്ട്. ഞാൻ പറയുന്നത് വളരെ സ്റ്റിഫാണെന്ന് നമുക്ക് തോന്നുന്ന കഥാപാത്രത്തെ അതിൻ്റെ ബോഡി ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ വളരെ അനായാസമായിട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു ഫ്ലെക്സിബിലിറ്റി. ഇപ്പൊ കമൽ സാർ പറഞ്ഞതുപോലെ ഇപ്പൊ പറഞ്ഞു വരുമ്പോൾ എനിക്ക് തോന്നുന്നു 2000s കൂടുതൽ കോമഡിയും ചെയ്തു വരുന്നത് മമ്മൂട്ടി സാർ തന്നെയാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്തുകൊണ്ടായിരിക്കും സിബി സാർ? അല്ല, മമ്മൂട്ടിയുടെ ഒരു ഞാൻ പറഞ്ഞില്ല, മമ്മൂട്ടി ഓരോ നമ്മളിപ്പോൾ ഓരോ ഡിക്കേഡ്സ് വെച്ചാൽ നോക്കുകയാണെങ്കിൽ പോലും ആദ്യത്തെ 80കളിൽ മമ്മൂട്ടി ഒരു ഒരു ആക്ടർ എന്ന നിലയിൽ സ്വയം പ്രിപ്പയർഡ് ആക്കിക്കൊണ്ടുവരികയായിരുന്നു. അല്ലെങ്കിൽ സ്വയം മമ്മൂട്ടി അഭിനയത്തിന്റെ ഒരു തലത്തിലേക്ക് മമ്മൂട്ടി സ്വയം എത്തിപ്പെടുകയായിരുന്നു. തെറ്റുകളൊക്കെ തിരുത്തിക്കൊണ്ട് 80കളുടെ അവസാനമായപ്പോൾ മമ്മൂട്ടി ഒരു പൂർണ്ണമായ ഒരു ആക്ടറായി സ്വയം എത്തിപ്പെട്ടു എന്നുള്ളതാണ്. 90കളിൽ അത് വളരെ ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനായിട്ട് അതിനുവഴി മമ്മൂട്ടിക്ക് അവസരങ്ങളുണ്ടായി. 2000-ലെത്തിയപ്പോഴേക്കും മമ്മൂട്ടി കമൽ പറഞ്ഞ പോലെ ഒരു ജനപ്രിയ ഏറ്റവും കൂടുതൽ ഒരു സൂപ്പർ സ്റ്റാർഡം എന്ന് പറയുന്ന ലെവലിൽ അത്തരത്തിലുള്ള സിനിമകൾ ചെയ്യുമ്പോൾ തന്നെയും ഇപ്പോൾ രാജമാണിക്യം പോലെയും അങ്ങനെ പോപ്പുലർ സിനിമകളുടെ മുൻപന്തിൽ നിന്നുകൊണ്ട് മമ്മൂട്ടി ഒരു സ്റ്റാർഡം മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ മമ്മൂട്ടി സാധാരണക്കാരായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു. ഇപ്പോൾ കാഴ്ച, കമലിന്റെ തന്നെ രാപ്പകൽ, കറുത്ത പക്ഷികൾ, ഇതൊക്കെ കറുത്ത പക്ഷികളൊക്കെ ശരിക്കും മമ്മൂട്ടി ഈ പറഞ്ഞ പോലെ തന്നെ ഒരു തമിഴൻ. അത് ഞാൻ എനിക്ക് മറ്റു പല സിനിമകളെക്കാളും കറുത്ത പക്ഷികളിലെ മമ്മൂട്ടിയുടെ മലയാളം ഒരു തമിഴൻ മലയാളം പറയുന്ന പോലെ തന്നെ നമുക്കറിയാം. നമ്മുടെ വീട്ടിലൊക്കെ ഈ സ്ത്രീയിടം വരുന്ന ആള് സംസാരിക്കുന്ന അതേ മലയാളമാണ് മമ്മൂട്ടി. അതൊക്കെ വളരെ ഒരു ആക്ടറുടെ വളരെ സൂക്ഷ്മമായ നിരീക്ഷണമാണത്. അതുപോലെ 2000s ഇറങ്ങിയ മറ്റൊരു ഫിലിം അല്ലേ ഭാഗ്യ ചേച്ചി, ബെസ്റ്റ് ആക്ടറും ഈ അടുത്തിടയിൽ ഇറങ്ങിയ ചിത്രങ്ങളിൽ ഒരുപാട് പ്രേക്ഷകര് മമ്മൂക്കിനെ ഒത്തിരി ഇഷ്ടപ്പെട്ട, വീണ്ടും ഒരുപാട് നാള് കൂടി ഇറങ്ങിയതിലും വളരെ നല്ലൊരു ഫിലിം എന്ന് എല്ലാവരും പറഞ്ഞൊരു സിനിമയാണ്. കാരണം സിനിമയ്ക്കുള്ളിൽ സിനിമ, പലപ്പോഴും അത്തരത്തിലുള്ള സിനിമകൾ എപ്പോഴും ഹിറ്റ് ആവാറുണ്ട്. കാരണം ആൾക്കാർക്ക് എപ്പോഴും സിനിമയുടെ പിന്നിലെ പ്രവർത്തനങ്ങൾ അറിയാൻ വളരെ ആകാംക്ഷ ആയതുകൊണ്ടാവാം സിനിമയ്ക്കുള്ളിലെ സിനിമ വരുന്ന സിനിമകളൊക്കെ ഭയങ്കര ഹിറ്റ് ആവാറുണ്ട്. ഈ ബെസ്റ്റ് ആക്ടർ അതുപോലുള്ള ഫിലിമായിരുന്നു. അതിൽ ഒരു ഡയറക്ടറിനെ ലൊക്കേഷനിൽ പോയി കണ്ടിട്ട് ഡയറക്ടർ പിന്നെ ചാൻസ് ഒന്നും ഇല്ല പൊക്കോളാൻ പറഞ്ഞിട്ട് മമ്മൂക്ക വൈഫിന്റെയും കുട്ടിയുടെയും മുമ്പിൽ വളരെ ഷെയിംഫുൾ ആയിട്ട് തിരിച്ച് നടന്നു വരുന്ന ഒരു സീനുണ്ട്. അതിൽ ഡയലോഗ് ഇല്ല, ഒന്നുമില്ല, ജസ്റ്റ് ഒരു സ്ലോ മോഷനിൽ ഒരു നടപ്പ് മാത്രമേ ഉള്ളൂ. പലരും അത് ഡിസ്കസ് ചെയ്ത് കേട്ടിട്ടുണ്ട്. ആ ഒരു വളരെ തിയേറ്ററിൽ പോലും എല്ലാവരും കൈയടിച്ചൊരു സീനായിരുന്നു. ഒരു ഡയലോഗ് പോലും ഇല്ലാതെ കൈയടിച്ചൊരു സീനായിരുന്നു. ഇമോഷണലായ ഒരു എംബാരസ്മെന്റ് ആയിരുന്നു ഫേസിലെ കംപ്ലീറ്റ്. എന്തുകൊണ്ടായിരിക്കും ഇത്ര ഒരു ഡയലോഗ് പോലും ഇല്ലാതെ ആളുകളെ അങ്ങനെ അങ്ങോട്ട് ക്രൗഡിനെ പുള്ള് ചെയ്യാൻ പറ്റിയത്? അല്ല, അത് മമ്മൂക്കയുടെ ആദ്യം മുതലുള്ള സിനിമകൾ നോക്കിയാൽ നമുക്ക് കാണാവുന്ന ഡയലോഗ് അല്ല. ഒരു ക്യാരക്ടർ, ഇപ്പോൾ ഒരു ആക്ടറെ ആ സീനിന്റെ ഒരു ഇമോഷൻ ക്യാരി ഓവർ ചെയ്യാന്ന് പറഞ്ഞതിന് ഡയലോഗ് വേണമെന്നില്ല, അത് മുഖത്ത് പ്രതിഫലിപ്പിക്കാൻ കഴിയാന്നുള്ളതാണ് ആക്ടറുടെ ഗുണം. ഇപ്പൊ ബെസ്റ്റ് ആക്ടർ പറഞ്ഞ പോലെ തന്നെയാണ് ഈ 2000കളുടെ സിനിമകൾ പറയുമ്പോൾ കാഴ്ച എന്ന് പറയുന്ന സിനിമ നമുക്ക് മറക്കാൻ പറ്റും. കാഴ്ചയിലും ഭാഷ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നല്ലതിൽ ഭാഷയാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതേ ലൗഡ് സ്പീക്കറിൽ നമുക്ക് പറയാതിരിക്കാൻ മനോഹരമായിട്ടാണ് അദ്ദേഹം നിഷ്കളങ്കനായ ഒരു പ്രതീക്ഷകളും ലൈഫിലില്ല. തന്റെ വലിയൊരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത്, പക്ഷെ അതിന്റെ യാതൊരു ജാടയും ഇല്ലാതെ പിന്നെ ആ ശബ്ദം ഉയർത്തി സംസാരിക്കുക എന്ന് പറയുന്നത് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അതേപോലെ തന്നെയാണ് പാലേരി മാണിക്യത്തില് 3 കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. അതിൽ ആ ഏറ്റവും പ്രായം ചെന്ന ഹാജിയാരുടെ കഥാപാത്രം നമ്മളെ എന്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം ഞാൻ പറയാം. സാധാരണ ഞാൻ എന്റെ സിനിമാ ജീവിതത്തിൽ ഞാൻ കണ്ടൊരു മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി ഒരിക്കലും അധികം അങ്ങനെ അടുക്കില്ല. പ്രത്യേകിച്ച് സ്ത്രീകളുടെ അടുത്ത് കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് നിൽക്കുന്ന ഒരു എന്തോ അതൊരു പുള്ളിയുടെ ഒരു നേച്ചറാണ്. ഇവരുടെ അടുത്തൊന്നും എന്തിനധികം അടുക്കാൻ പോണെന്നുള്ളൊരു അടുക്കില്ല. ഇപ്പൊ ഡബ്ബിംഗ് തിയേറ്ററിലൊക്കെ വന്നാൽ തന്നെ അങ്ങനെ സംസാരം. അപ്പൊ നമുക്കങ്ങനെ ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഇഷ്ടം, വ്യക്തിപരമായ ഒരു ഇഷ്ടം ശരിക്കും അങ്ങനെ തോന്നാറില്ല. കാരണം അദ്ദേഹത്തിന് ആവശ്യമില്ല എന്നുള്ള മറ്റും നമുക്കും ആവശ്യമില്ല. അങ്ങനെ ഇങ്ങനെ ഒരു അകൽച്ച എപ്പോഴും ഈ നടനിൽ എനിക്കുണ്ടായിരുന്നു. പക്ഷെ ഇദ്ദേഹത്തിന്റെ ഇപ്പൊ 90-ൽ അദ്ദേഹത്തിന്റെ
ഒരുപാട് നല്ല സിനിമകളുണ്ട്. ഞാനിങ്ങനെ അത് ലൗഡ് സ്പീക്കറും, അരയന്നങ്ങളുടെ വീട്, വല്യേട്ടൻ, രാപ്പകൽ, കാഴ്ച, കറുത്തപക്ഷി, കഥ പറയുമ്പോൾ, രാജമാണിക്യം, പാലേരിമാണിക്ക്, പിന്നെ പ്രാഞ്ചിയേട്ടൻ വരെ ഇങ്ങനെ ഇപ്പൊ ഈ ഇടക്കാലത്ത് എത്തി നിൽക്കുമ്പോ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കേറി വരികയാണ്. ഇതിനകത്ത് ഒരു കാര്യം കൂടി പറഞ്ഞാൽ ഭാഗ്യലക്ഷ്മി പറഞ്ഞൊരു കാര്യമുണ്ട്, സ്ത്രീകളുടെ ഒരു മമ്മൂട്ടിയെ കുറിച്ചുള്ള ഒരു സങ്കല്പം. അതിൽ ഈ 3 തലമുറ കടന്നു വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞെങ്കിൽ മമ്മൂട്ടിയുടെ ആദ്യകാലത്ത് അന്ന് ഇപ്പൊ അമ്മമാരായിട്ടുള്ള സ്ത്രീകൾ ഒരുപക്ഷെ ആരാധിച്ചിട്ടുള്ള സങ്കല്പത്തിലുള്ള പുരുഷൻ എന്നുള്ള രീതിയിൽ കണ്ടിട്ടുണ്ടാവും. അടുത്ത ജനറേഷൻ, പുതിയ ജനറേഷനിലുള്ള കുട്ടികൾ, അതായത് ഇപ്പൊ 10 വയസ്സുള്ള കുട്ടികൾ എന്റെ നായകനായിട്ട് വരാൻ പോണ ആളാണെന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട് അഭിനയിക്കാൻ താല്പര്യമുള്ള കുട്ടികൾ. അതൊരു വലിയ കാര്യമാണല്ലേ, എന്റെ അത്ഭുതം. എല്ലാവർക്കും ഉണ്ട്. ചെറിയ കുട്ടികളാണെങ്കിൽ എന്റെ അച്ഛൻ ഇതുപോലെ സുന്ദരനായ, എന്റെ ഏട്ടൻ ഇതുപോലെ സുന്ദരനായവര് അല്ലേ, അങ്ങനെ എല്ലാവർക്കും. എനിക്കൊരു മോനുണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ ആയിരുന്നു. തീർച്ചയായും ഇദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കാനാണെങ്കിൽ ഒരിക്കലും തീരില്ല. ലിസ്റ്റ് ഇനിയും ഇറ്റ് സ്റ്റിൽ കണ്ടിന്യൂസ്. അതുകൊണ്ട് നമുക്ക് സമയപരിമിതി ഉള്ളതുകൊണ്ട് നമുക്ക് നിർത്താനുള്ള സമയമായിരിക്കുകയാണ്. കേരളം ആരാധിക്കുന്ന മമ്മൂട്ടി എന്ന നടനെ കുറിച്ചുള്ള ഒരു ക്രിട്ടിക് ഇവാലുവേഷനുള്ള സമയമാണ് ഇനി. സോ ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ഹിസ് ക്രിട്ടിക്കൽ ഇവാലുവേഷൻ. മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിന്റെ 3-ാം ഘട്ടത്തെ വർണ്ണോജ്വലം എന്ന് തന്നെ വിശേഷിപ്പിക്കണം. വളരെ വളരെ വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങൾ, വളരെ പ്രത്യേകതയുള്ള കഥകൾ, ഈ കഥാപാത്രങ്ങളായിട്ട് 100% ആത്മാർപ്പണത്തോടെയുള്ള അഭിനയം, ഇതൊക്കെയാണ് നമ്മൾ ഈ ഘട്ടത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഇത്ര അധികം മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ദേശീയ അവാർഡുകൾ ലഭിച്ചതും മമ്മൂട്ടിക്ക് തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഇത്തരം കഥാപാത്രങ്ങൾ അംഗീകരിക്കപ്പെടുകയായിരുന്നു ദേശീയ തലത്തിൽ തന്നെ. അപ്പം ഈ ദേശീയ അവാർഡിന് അർഹമായ കഥാപാത്രങ്ങൾ നോക്കിയാൽ അതെല്ലാം തന്നെ വളരെയേറെ വ്യത്യസ്തമായ അഭിനയമാണ് അദ്ദേഹം അതിലൊക്കെ കാഴ്ചവെച്ചിട്ടുള്ളതെന്ന് കാണാം. ഒടുവിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട 2-3 കഥാപാത്രങ്ങൾ, ഒന്ന് പഴശ്ശിരാജയിലെ പഴശ്ശിരാജ തന്നെയാണ്. പക്ഷെ പഴശ്ശിരാജ ശരിക്ക് മമ്മൂട്ടിക്ക് കൂടുതൽ ഒരു ആത്മപരിശോധനയ്ക്കുള്ള അവസരവും നൽകുന്നുണ്ട്. കാരണം പഴയ പഴശ്ശിരാജയിൽ കൊട്ടാരക്കര ശ്രീധരൻ നായരാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. കൊട്ടാരക്കര ശ്രീധരൻ നായർ നായകനായിട്ട് പഴശ്ശിരാജയിൽ അഭിനയിക്കുമ്പോൾ അന്നത്തെ സൂപ്പർ താരങ്ങൾ ആ ചിത്രത്തിലെ ചെറിയ വേഷങ്ങളിലാണ് അഭിനയിച്ചത്. സത്യനും പ്രേംനസീറും ഒക്കെ ആ ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ നായകനായ പഴശ്ശിരാജയെ അവതരിപ്പിച്ച ഈ കൊട്ടാരക്കര ശ്രീധരൻ നായർക്ക് അപ്പുറം പോകാൻ അവർക്ക് സാധിച്ചില്ല. എന്നാൽ മമ്മൂട്ടി പഴശ്ശിരാജയായിട്ട് വരുമ്പോൾ മമ്മൂട്ടിക്കൊപ്പമോ അതിൽ കൂടുതലോ അഭിനയ സാമർഥ്യം കൂടെ അഭിനയിച്ച പലരും, ചെറിയ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചവരിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പം അവിടെ യഥാർത്ഥത്തിൽ കൊട്ടാരക്കര അച്ചീവ് ചെയ്തിടത്തോളം മമ്മൂട്ടിക്ക് സാധിച്ചോ എന്നൊരു ചോദ്യമുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള വളരെ പ്രത്യേകതയുള്ള കഥാപാത്രം തീർച്ചയായും പ്രാഞ്ചിയേട്ടനിലെ കഥാപാത്രം തന്നെയാണ്. അത് മമ്മൂട്ടിയുടെ മറ്റൊരു പ്രത്യേകത കൂടി വെളിവാക്കുന്നുണ്ട്. മമ്മൂട്ടി ഈ താൻ ഏത് പ്രദേശത്ത് നിന്നാണോ വരുന്നത് ആ പ്രദേശത്തിൻ്റെ ഭാഷയിലല്ലാതെ തന്നെ വളരെ സ്വാഭാവികതയോടുകൂടി മറ്റ് ഭാഷാ ശൈലികൾ അദ്ദേഹത്തിന് പരീക്ഷിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണത്. മുമ്പ് അദ്ദേഹം തിരുവനന്തപുരം ശൈലി വളരെയധികം റിയലിസ്റ്റിക്കായിട്ട് അവതരിപ്പിച്ചിരുന്നു. അതുപോലെ പ്രാഞ്ചിയേട്ടനിൽ തൃശ്ശൂർ ഭാഷാ ശൈലി അദ്ദേഹം വളരെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് ഒരു നടൻ്റെ ഡെഡിക്കേഷനാണ്. അപ്പോൾ ആ ഡെഡിക്കേഷനാണ് അദ്ദേഹത്തെ വിജയത്തിലേക്ക് നയിക്കുന്നതും അദ്ദേഹം ഒരു ബോൺ ആക്ടർ അല്ല എന്ന വിമർശനത്തിന് മറുപടിയായി നമുക്ക് കിട്ടുന്നു.